കേട്ടപാടെ പപ്പടം പൊടിച്ച് സെമിനാരിക്കാരനെ വല്ലാതെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛോ നല്ലൊരു പപ്പടം പെട്ടെന്ന് അച്ഛന്മാരുടെ ഒട്ടുമുറിയിൽ നിന്ന് കൊണ്ടുവരണം. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്, ഒരു കഷ്ണം പോലും പൊടിക്കരുത്. എന്നിട്ട് അച്ഛൻ ഈ പൊടിഞ്ഞ പപ്പട കഷ്ണങ്ങളൊക്കെ മാറ്റി എന്നിട്ട് ആ പ്ലേറ്റ് റെഡിയാക്കി വെച്ചു. ഞാൻ അച്ഛന്മാരുടെ ഒട്ടുമുറിയിൽ പോയിട്ട് ഒരു നല്ല പപ്പടം എടുത്തു. പരിശുദ്ധ കുർബാന കൊണ്ടുവരുന്നതുപോലെ കൊണ്ടുവരുന്നു. ഒരു കഷ്ണം പോലും പൊടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കഷ്ണം പോലും പൊടിക്കാതെ കൊണ്ടുവന്നു. പ്രായമായ അച്ഛനെടുത്ത് ആ കരയുന്ന കുട്ടിയുടെ പ്ലേറ്റിലേക്ക് ഈ പപ്പടം വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൻ കഴിച്ചു. സന്തോഷമായി. പപ്പടം പൊടിച്ചവനെ വഴക്ക് പറഞ്ഞു, പുതിയൊരു പപ്പടം കിട്ടി. അങ്ങനെ സന്തോഷമായി കഴിക്കാനിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കൂടി പറഞ്ഞു, മോൻ പപ്പടം കഴിച്ചോ, പക്ഷേ ഒരു കഷ്ണം പോലും പൊടിക്കരുത്, ഒരു കഷ്ണം പോലും പൊടിക്കരുത്. സാധിക്കൂ? 1 മണി മുതൽ 3 മണി വരെ അവൻ ആ ഒട്ടുമുറിയിൽ ഇരുന്നു. ഇതെങ്ങനെ പൊടിക്കാതെ ഇരുന്നു? 3 മണിയായപ്പോ അവൻ അച്ഛന്റെ കാലത്തിൽ പോയി വീണു. അച്ഛോ, ഒരിക്കലും പപ്പടം കഴിക്കില്ല. അച്ഛൻ പറഞ്ഞ ഡയലോഗ് പറയാനാണ് അച്ഛൻ ഇപ്പോ ഈ കഥ മുഴുവൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു, മോനെ അല്പം പൊടിയാതെ മുറിയാതെ ഇതൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. അല്പം പൊടിയാതെ മുറിയാതെ ഇതൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം പറയുന്നുണ്ട്, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ പൊടിയുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ